ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് 28/10/2022. അപ്പോൾ നമ്മളിന്ന് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് പനി വിട്ടു മാറിയിട്ടില്ല. അപ്പം നമ്മൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏഷ്യയിൽ ഈ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് ഒക്കെ ഗ്രാബ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് അത് ഞാനൊന്ന് അടയാളപ്പെടുത്തട്ടെ. സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. ബൈ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്കോ സ്ട്രക്ചർ താഴേക്ക് തന്നു. ഇവിടെ ഒരു ചെറിയ സ്വിങ് ഉണ്ട്. ഇതെന്താണ് അവിടെ ഇരിക്കട്ടെ. അപ്പം ബ്രേക്കോ സ്ട്രക്ചർ താഴേക്ക് തന്നു. ഇവിടെ ഒരു എഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏഷ്യയിലാണേ. അപ്പം ആ എഫ് മെഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, യെസ്. അപ്പോൾ ആ എഫ് മെഡിക്കേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഒ ബി മെഡിക്കേറ്റ് ചെയ്തു. ഇതൊരു ഒ ബി ആണ്. ഓക്കെ, ആ ഒ ബി മെഡിക്കേറ്റ് ചെയ്തു. എന്നിട്ട് ഇത് മെഡിക്കേഷൻ ബ്ലോക്ക് എന്ന് പറയും. ഒരു ഒ ബി മെഡിക്കേറ്റ് ചെയ്യുന്ന ബ്ലോക്ക്. എന്നിട്ട് അത് താഴേക്ക് വീണ്ടും ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഇതൊരു ലിക്വിഡിറ്റി ഗ്രാഫാണ്. നമുക്കിതൊരു വേണമെങ്കിൽ ഒ ബി ആയിട്ട് എടുക്കാം. അപ്പോൾ വീണ്ടും ഒരു ഒ ബി ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് ബ്രേക്കോ സ്ട്രക്ചേഴ്സ് തന്നു. ലണ്ടൻ ഓപ്പൺ ആയി കഴിഞ്ഞപ്പം നമ്മുടെ ഈ ഇൻ്റർമീഡിയറ്റ് ഷോർട്ട് ടേം ഹൈസ് എല്ലാം സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഹൈസിൽ സ്വീപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്കോ സ്ട്രക്ചർ താഴേക്ക് തന്നു. ഇത് 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് എഫ് ഫോം ചെയ്തു. ബ്രേക്കോ സ്ട്രക്ചർ ടു ഡൗൺ സൈഡ്. യെസ്, ബ്രേക്കോ സ്ട്രക്ചർ ഡൗൺ സൈഡ്. യെസ്, ബ്രേക്ക് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ തന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു എഫ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ എഫ് ഞാൻ ലണ്ടനിലൊന്നും ട്രേഡ് ചെയ്തിട്ടില്ല. ഓക്കെ, എഫ് ഫോം ചെയ്തു. പിന്നീട് നമ്മൾ മെഡിക്കേറ്റ് ചെയ്തു. മെഡിക്കേഷൻ ബ്ലോക്ക് വീണ്ടും ആ മെഡിക്കേഷൻ ബ്ലോക്ക് മെഡിക്കേറ്റ് ചെയ്തു. എന്നിട്ട് താഴേക്ക് വീണ്ടും ബ്രേക്കോ സ്ട്രക്ചർ തന്നു. നല്ലൊരു എഫ് ഫോം ചെയ്തു. ഇതാണ് നമ്മുടെ 3 o'clock. ഓക്കെ, 3 o'clock നമ്മൾ ജസ്റ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഒക്കെ ഗ്രാബ് ചെയ്തിട്ട് താഴേക്ക് ആ 3 o'clock റിയാക്ഷനാണിത്. ഓക്കെ, നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. അതൊരു 1 മിനിറ്റ് 3 മിനിറ്റ് വല്ലതും പോയി നോക്കിയാൽ അവിടെ നൈസ് ഒരു സ്വീപ്പ് കാണാം. ഓക്കെ, അവിടെ ഒരു സ്വീപ്പ് കാണുന്നു. താഴേക്ക് ഇത് മെഡിക്കേറ്റ് ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ ഓപ്പണും മെഡിക്കേറ്റ് ചെയ്തിട്ട്, ഓപ്പൺ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ ഒരു അപ്പ് മൂവ്മെൻറ്റിൻ്റെ മെഡിക്കേഷൻ ബ്ലോക്കാണിത്, ഓർഡർ ബ്ലോക്ക് അല്ല. അപ്പം മെഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് വന്നു. വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്ത്. ഇതാണ് 3 o'clock. 1 മിനിറ്റ് ഇൻ്റർവ്യൂ വല്ലതും ഉണ്ടോ നോക്കട്ടെ. നോപ്പ്, ഹൈലി ഡ്രോപ്പാണ്. അപ്പം ഇത് വല്ലതും മെഡിക്കേഷൻ ബ്ലോക്കായിട്ട് വല്ലതും എടുത്ത് വെച്ച് എൻട്രി എടുത്തായിരുന്നെങ്കിൽ കിട്ടിയേനെ. പക്ഷേ നമുക്ക് അത് കൺഫർമേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ എൻട്രീസ് ഒന്നും എടുക്കാറില്ല. അപ്പം ലണ്ടനിൽ ഈ ഒരു ടോപ്പിലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് താഴേക്ക് വന്നത്. പിന്നീട് ഈ ഒരു 3 o'clock പരിപാടിയായിരുന്നു. 3 o'clock ഭയങ്കര ബെയറിഷായിട്ട് താഴേക്ക് പോയി. എന്നിട്ട് നമുക്ക് തിരിച്ച് 5 മിനിറ്റ് ഇപ്പോൾ. എന്നിട്ട് നമ്മൾ ലഞ്ച് അവർ ഓപ്പൺ ആയപ്പം നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്തു. ഈ ഒരു സാധനത്തിന് പറയുന്നതാണ് 3 step മൂവ്മെൻറ്റ് എന്ന് പറയും. ഈ 3 step മൂവ്മെൻറ്റ് ബെയറിഷ് ആണെങ്കിൽ ഇതൊരു ലിക്വിഡിറ്റി ക്രിയേഷനാണ്. ഓക്കെ, അതൊരു ഹൈ ലിക്വിഡിറ്റി ക്രിയേഷനാണ്. ഈ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി പോലൊരു സാധനം. അപ്പം നമ്മൾ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി പോലൊരു ലിക്വിഡിറ്റി നമുക്ക് ബെയറിഷ് ആണെന്ന് അറിയാം. അല്ലേ, നമ്മൾ ബെയറിഷ് അല്ലേ നോക്കുന്നുള്ളൂ. അപ്പം വീണ്ടും നമുക്ക് താഴേക്ക് ബ്രേക്കാണ് തന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പം നമുക്ക് ഈ ഒരു സാധനം നമ്മൾ ബെയറിഷ് എൻട്രീസ് കിട്ടിയാൽ നമ്മൾ എടുക്കും. അപ്പം ഇതൊരു 3 step മൊമെൻ്റ് എന്ന് പറയും. 3 സ്റ്റെപ്പായിട്ടാണിത് മൂവ് ചെയ്യുന്നത്. 1 2 3. അപ്പോൾ അതൊരു ലിക്വിഡിറ്റി ക്രിയേഷനായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഇവിടെ നമ്മൾക്കൊരു ഒ ബി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മളുടെ ലണ്ടനിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് തന്നത് ഈ ഒ ബിയാണ്. അപ്പം ആ ഒ ബിയിൽ അവിടെ നമുക്കൊരു സാധനമുണ്ട്, ഒ ബി മൈനസ്. വേറെ ഷോൾഡർ ബ്ലോക്ക് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം വേറെ ഷോൾഡർ ബ്ലോക്ക് വന്നു. നമ്മുടെ 8:30 ഓപ്പണായി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്
ബെയറിഷ് ആണെങ്കിൽ 830 മുകളിലായിരിക്കും പ്രൈസ്. 830 മുകളിലായിരിക്കും പ്രൈസ്. ഓക്കെ, ബെയറിഷ് ആണെങ്കിൽ. അപ്പം ഇവിടാണ് കറക്റ്റ്. യെസ്, 830 ഓപ്പൺ. 830 ഇവിടാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ മാറ്റിയാണ് വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ 830 ഇതാണ്. യെസ്, ഇപ്പോൾ 830 മുകളിലുള്ളതല്ല നമുക്ക് ലിക്വിഡിറ്റി ഗ്രാബ് പോലെ കാണാം. എന്ന് പറഞ്ഞാൽ ആ ഒരു ഫേക്ക് ട്രെൻഡ്. കാരണം ഈ സാധനം വരാൻ 830 ഇവിടെ നമുക്ക് 10 o'clock ന്യൂസ് റിലീസ്. അപ്പം ന്യൂസ് റിലീസിന് മുന്നേ ആയിരിക്കും ബെയറിഷ് ആണെങ്കിൽ ഈ ഫേക്ക് ട്രെൻഡുകൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 830 വല്ലതാണ് ന്യൂസ് റിലീസാകുന്നെങ്കിൽ അവൾ ഈ പ്രീ ന്യൂയോർക്കിൽ ഈ പരിപാടിയൊക്കെ ചെയ്യും. അപ്പം പ്രീ ന്യൂയോർക്കിൽ ഏതായാലും ഫേക്ക് ട്രെൻഡാണ് തന്നത്. അതുപോലെ തന്നെ 830 ഓപ്പൺ ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് മേളിലേക്ക് പോയി ഈ ഓർഡർ ബ്ലോക്ക് മെഡിഗേറ്റ് ചെയ്ത് താഴേക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് 5 മിനിറ്റിൽ ഫോം ചെയ്തു. പക്ഷേ നമുക്ക് എൻട്രി എന്ന് പറയാൻ 5 മിനിറ്റ് എൻട്രീസ് ഒന്നും നമുക്ക് കൺഫർമേഷൻ തന്നിട്ടില്ല. കാരണം ഒരു സ്വിങ്ങും ബ്രേക്ക് ആയിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എൻട്രി ഉണ്ടല്ലേ, ഇവിടെ നമുക്ക് പോയി നോക്കാൻ പറ്റും. FEG ഫോം ചെയ്തിട്ടുണ്ട്. ഈ FEGയിൽ നമുക്ക് വല്ല 1 മിനിറ്റ് 3 മിനിറ്റ് എൻട്രീസൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേ സെയിം സാധനം കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം നമ്മളുടെ 830 മുകളിലാണ്. നമ്മളിപ്പം താഴേക്ക് പ്രതീക്ഷിക്കും. ഈ 3 സ്റ്റെപ്പ് മൊമെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം മനസ്സിലുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ 1 മിനിറ്റിൽ പോന്നു. പിന്നീട് നമ്മൾ ഈ ന്യൂസ് റിലീസാകും. നമ്മളുടെ ഓർഡർ ബ്ലോക്കിൽ മെഡിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ 5 മിനിറ്റ് ബ്രേക്ക് കിട്ടി. പക്ഷേ നമുക്ക് സ്വിങ് ഒന്നും ബ്രേക്ക് ആവാത്തത് കൊണ്ട് നമ്മൾ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തു. കൺഫർമേഷന് വെയിറ്റ് ചെയ്തപ്പോഴാണ് ഈ ബ്രേക്ക് കിട്ടിയത് നമുക്ക്. ഞാൻ ഈ എൻട്രിയാണ് എടുത്തത്. OB അല്ലല്ലോ, ബ്രേക്ക് ഇൻ മാർക്കറ്റ്. ബ്രേക്ക് വന്നു താഴേക്ക്. ഇതുണ്ട് ഇവിടെ. നമുക്കിവിടെ ഒരു 3 മിനിറ്റ് FEG ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഡബിൾ കൺഫർമേഷനായി. ഇനിയും നമുക്ക് ഇത് മെഡിഗേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ന്യൂസ് ടൈം ആയപ്പം FEG ആണത്. കറക്റ്റ് ന്യൂസ് ടൈം ആയപ്പം വിക്ക് മേളിലേക്ക് അടിച്ചു. നമ്മളുടെ സ്വിങ്ങിന് മേളിലാണ്. ഇതൊന്നും നമുക്കൊരു സ്വിങ്ങായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം ഇതും അതുപോലൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഷനാണ്. അപ്പം ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് കണ്ടോ ഒരു സ്ട്രെയിറ്റ് ഇവിടെ ഒരു OB പോലെയാണ് നമുക്ക് നോക്കുന്നത്. ആ OB മെഡിഗേറ്റ് ചെയ്തിട്ടുണ്ട് നൈസായിട്ട്. അപ്പം നമ്മൾ 3 മിനിറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ 3 മിനിറ്റിൽ നിന്ന് ആ OBയിൽ ഈ FEGയിലേക്ക് പ്രൈസ് വരുമ്പോൾ അവിടെയാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. ഞാൻ അവിടെയാണ് എൻട്രി എടുത്തത്. കറക്റ്റ് FEGയിൽ നമ്മുടെ സ്വിങ് ബ്രേക്ക് ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ ഈ കൺഫർമേഷനായിട്ട് എൻട്രി എടുക്കുന്നത്. കാരണം നമുക്ക് അത്രയ്ക്ക് ഷുവറായിരിക്കും ഇതിന് മേളിൽ പോയില്ലെന്ന്. ഓക്കെ, പോയാലൊന്നുമില്ല. നമ്മൾ എന്നിട്ട് ഇതിൻ്റെ താഴെ വെക്കും. എന്നാണ് പറഞ്ഞാൽ 3 സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ ആദ്യത്തെ സ്വിങ് വെക്കാം. പക്ഷേ നമുക്ക് അത് എത്ര റിസ്ക് റിവാർഡ് തരണം. 3 ഉണ്ട്, 3ക്ക് മേളിലുണ്ട്. വേണമെങ്കിൽ ആദ്യത്തേത് വെക്കാം. പക്ഷേ ഇതൊരു വല്ലാത്ത കൺഫർമേഷനാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെച്ചത്. പക്ഷേ ഇതുവരെ ആ സാധനം അടിച്ചിട്ടില്ല. അതാണ് അതിനേക്കാളും വലിയ കോമഡി. അപ്പം എൻ്റെ എല്ലാം കഴിഞ്ഞ് ഇനി 80% കൂടെ ഉള്ളൂ. അല്ല, ഇനിയും 20% കൂടെ ഉള്ളൂ. അത് ഇതിൽ കിടപ്പുണ്ട്. അതിപ്പോൾ എന്തായാലും നമുക്കൊന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ 80% റൂള്. 80% എന്താണുള്ളത് ഞാൻ കെയർ ചെയ്യില്ല. ബാക്കി എടുക്കും, എന്നിട്ട് ബാക്കി വിടും. അപ്പം ഈ സാധനം ഇന്നത്തെ ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തുള്ളൂ. ഈ ഒരു ട്രേഡും എടുക്കത്തില്ലായിരുന്നു. വെള്ളിയാഴ്ച ഞാനങ്ങനെ ട്രേഡ് നോക്കാത്തതാണ്. പക്ഷേ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ നമുക്ക് കൺഫർമേഷൻസ് വാരി വിതറുമല്ലേ, അപ്പോൾ നമ്മളെടുത്തു. അത് തന്നെ ഇതായിരുന്നു സംഭവം. അപ്പോൾ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ ഇത്രയേ ഉള്ളൂ. നമുക്കിനിയിപ്പോൾ നാളെ എന്താണ് ഈ വീക്കിൽ സംഭവിച്ചതെന്ന് ഇപ്പം ഞാൻ നോക്കുന്നതുകൊണ്ട് ഏകദേശം നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന് അല്ലേ. അപ്പം അത് തന്നെ സംഭവം. അപ്പോൾ നമുക്ക് നാളത്തെ ദിവസം കാണാം. See you in next video guys. Happy trading.